വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ജൂലൈ മാസത്തെ എക്സാമിന്റെ കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പം ഇലക്ട്രിക്കൽ ഏതൊക്കെ എക്സാംസ് ആണ് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിലിപ്പം മെയിൻ ആയിട്ട് ഇപ്പം വരാനുള്ള എക്സാം എന്ന് വെച്ചാൽ നമ്മളെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ആണ്. പിന്നെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും ഉണ്ട്. ഓക്കെ, അതായത് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇലക്ട്രിക്കലിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ആ രണ്ട് പോസ്റ്റിലേക്കുള്ള എക്സാം ഡേറ്റ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പൊ അതിലെ സിലബസ് എന്താണ്, എത്ര പേര് അപ്ലൈ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ എക്സാം ഡേറ്റ് നമുക്ക് നോക്കാം. അപ്പൊ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഹാർബിഞ്ചർ ഡിപ്പാർട്ട്മെന്റിലേക്ക് 22/7/2024 മൺഡേ ആണ് എക്സാം വരുന്നത് കേട്ടോ. 22/7/2024 മൺഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ ചെയ്യാനുള്ള മെസ്സേജസ് വന്നിട്ടുണ്ടാവും. അപ്പൊ 22-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് എന്റെ കൺഫർമേഷൻ കൊടുക്കാം. മെയ് 11 വരെ അതിനുള്ള സമയമുണ്ട്. ജൂലൈ 8 തൊട്ട് നിങ്ങൾക്ക് എന്താ അതിന്റെ അഡ്മിഷൻ ടിക്കറ്റ്, ഹാൾ ടിക്കറ്റ് എന്താ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 22-ാം തീയതി ആണ് എക്സാം ഡേറ്റ് വരുന്നത്. ജൂലൈ 22 എക്സാം ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ 11,695 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ സിലബസ് നോക്കാം. അതുപോലെ എത്ര വേക്കൻസി റിപ്പോർട്ട് ഉണ്ടെന്ന് നോക്കാം. ഇനി അടുത്ത സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് അപ്പോൾ അതും സെയിം കോമൺ എക്സാം ആണ്. അതിന് 849 പേരാണ് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇതാണ് സിലബസ് വരുന്നത്. സിലബസ് നമ്മളെ മുന്നത്തെ കെ എസ് സി ബി ഐയുടെ ഒക്കെ സെയിം സിലബസ്, പി ഡബ്ല്യു ഡി ഐയുടെ ഒക്കെ സെയിം സിലബസിനാണ്. ഫസ്റ്റ് മൊഡ്യൂൾ സർക്യൂട്ട്സ് വന്നു, സെക്കൻഡ് മൊഡ്യൂൾ നമ്മുടെ മാഗ്നറ്റിക് സർക്യൂട്ട്സ് വന്നു. ഓക്കെ, തേർഡ് മെഷീൻസ് വന്നു, ഫോർത്ത് ഡിജിറ്റൽ വന്നു, ഫിഫ്ത്ത് പവർ സിസ്റ്റം വന്നു, സിക്സ്ത് കൺട്രോൾ സിസ്റ്റം വന്നു, സെവൻത്ത് പവർ ഇലക്ട്രോണിക്സ് വന്നു, എയ്ത്ത് മെഷർമെന്റ്സ് വന്നു, നയൻത്ത് മൊഡ്യൂൾ സിഗ്നൽസ് സിസ്റ്റം വന്നു, 10ാമത്തെ മൊഡ്യൂൾ എന്താ ട്രാൻസ്ലൂസേഴ്സും വന്നു. ഓക്കെ, അപ്പോൾ ഇത് മുന്നത്തെ സെയിം സിലബസ് തന്നെയാണ്. ഇതിലെന്താ ചേഞ്ചസ് ഒന്നും ഇല്ല. അപ്പോൾ ഇതില് നമുക്ക് എന്താ പറയണ്ടേ, ഓക്കെ, എത്ര അപ്ലിക്കേഷൻസ് വന്നിട്ടുന്നില്ലായിരുന്നു നമുക്ക് 123 കാറ്റഗറി നമ്പർ വന്നേക്കുന്നത്. ഓക്കെ, 123. ഇപ്പോൾ ഇതിൽ എത്ര അപ്ലിക്കേഷൻ, എത്ര വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. 2 വേക്കൻസിയാണ് റിപ്പോർട്ടിലുള്ളത്. നോട്ടിഫിക്കേഷൻ സമയത്തുള്ള സെയിം വേക്കൻസി ആണ് ഇപ്പോഴുള്ളത്. 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ 2 വേക്കൻസിക്ക് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ ആണുള്ളത്. അപ്പൊ ഇതിലിപ്പം പറഞ്ഞിട്ടുള്ളത് ഏകദേശം 11,000-ഓളം ആൾക്കാരാണ് ഇതിലെന്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത് അല്ലെ. 11,000 സംതിങ് ആൾക്കാരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതൊരു 8,000-ലേക്കും 9,000-ലേക്കും ഒക്കെ അത് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. 7,000-ലേക്കൊക്കെ അത് ചുരുങ്ങാൻ സാധ്യത. കാരണം വെച്ചാൽ കോമ്പറ്റീഷൻ കുറയും. കാരണം വെച്ചാൽ 2 വേക്കൻസി ഉള്ളൂ. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കണമെന്നുള്ള ഡൗട്ട് ഉണ്ടാവും കുറെ പേര്. അപ്പൊ ഇത് എന്തായാലും കുറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.